നമ്മുടെ ഫ്ലവേഴ്സ് ടിവിയിൽ മിഥുൻ ചേട്ടൻ ആങ്കർ ചെയ്യുന്ന ഒരു ഷോ ഉണ്ട്, സ്മാർട്ട് ഷോ 360 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ ഷോയിലേക്ക് നമ്മുടെ ഫാമിലീനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിലേക്ക് പോകാൻ വേണ്ടി രാവിലെ തന്നെ റെഡി ആവുകയാണ്. അമ്മാമ്മയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ജോമോൻ ചേട്ടനും ജസ്റ്റിനും കൊച്ചുമുണ്ട്. അവർ പോണ വഴിക്ക് നമുക്ക് പിക്ക് ചെയ്യാം. അപ്പം ഒരു ഈസ്റ്റർ സ്പെഷ്യൽ എപ്പിസോഡ് ആയതുകൊണ്ട് വൈറ്റാണ് നമ്മുടെ തീം കളർ. അപ്പോൾ ഞാനും ചേച്ചിയും പോണ വഴിക്ക് അത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞങ്ങളുടെ വൈറ്റ് കളർ ഡ്രസ്സ് അപ്പടി കളർ ഫെയ്ഡായി. അപ്പോൾ ഒരു ഷോയിൽ പോകുമ്പോൾ അത്യാവശ്യം ഒരു ഭംഗിയിലിരിക്കണമല്ലോ. അപ്പോൾ ചേച്ചിയുടെ ഡ്രസ്സ് ഇതാണ്, എൻ്റെ ഡ്രസ്സ് ഇതാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾക്കൊരു മാലാകമാരെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജോമോൻ ചേട്ടനും ജസ്ലിനും കൊച്ചും കയറിയിട്ടുണ്ട് എറണാകുളത്ത് നിന്ന്. ഇനി നമ്മൾ നേരെ പിറവ് മണിയിടിലേക്കാണ് പോകുന്നത്. അവിടെയാണ് നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ മീഡിയ സിറ്റി. ഇതിനു മുമ്പ് ഒരു തവണ ഞങ്ങൾ പോയിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട്. ചേട്ടനും ചേച്ചിയും അമ്മാമ്മയൊക്കെ ഇതിനു മുമ്പ് 2-3 തവണ പോയിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ എല്ലാ ഷോകളും നടക്കുന്ന ഇവിടെയാണ്. എനിക്ക് തോന്നുന്നു ന്യൂസ് ഇവിടെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ബാക്കിയുള്ള കോമഡി ഉത്സവം അങ്ങനെയുള്ള എല്ലാ ഷോകളും പിന്നെ റിയാലിറ്റി ഷോസും ഒക്കെ നടക്കുന്ന ഇവിടെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ജോമോൻ ചേട്ടനും കൊച്ചും, ചേട്ടൻ ആദ്യമായിട്ടാണ് വരുന്നതെന്നാണ് പറയുന്നത്. ജസ്ലിനൊക്കെ ഉണ്ട്, നമ്മുടെ അമ്മാമ്മ, ചേച്ചിയുടെ വിത്തൗട്ട് മേക്കപ്പാണിത്. നമ്മുടെ ജസ്ലിൻ. നമ്മളിപ്പം മീഡിയ സിറ്റിയിൽ വന്നിട്ടുണ്ട്. നമ്മളൊരു റൂം തന്ന് ഇരുത്തേക്കുവാണ്. ഇവിടെ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് 2-3 സുപരിചിതമായ മുഖങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ ചെന്നപ്പോൾ നമ്മുടെ ടൈം ആയിരുന്നില്ല. അപ്പം നമുക്കൊരു റൂം തന്ന് അതിൽ നമ്മളെ അവർ ഇരുത്തേക്കുമായിരുന്നു. അപ്പം നല്ലൊരു ഫുഡായിരുന്നു ഉച്ചയ്ക്കത്തെ. ചേട്ടൻ ഡയറ്റ് ആയതുകൊണ്ട് ചപ്പാത്തിയും ചിക്കൻ കറിയും, ബാക്കിയുള്ളവർക്ക് ചോറും ചിക്കൻ കറിയും അങ്ങനെയൊക്കെ ആയിരുന്നു. എനിക്ക് നോയമ്പായതുകൊണ്ട് വെജിറ്റബിൾ കറി ആയിരുന്നു. അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ഫുഡായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവിയലും തോരനും രസവും അച്ചാറും പപ്പടവും തക്കാളിക്കറിയൊക്കെ ആയിട്ട് നല്ലൊരു ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടനും ചേച്ചിക്കും മേക്കപ്പ് ചെയ്യാൻ വേണ്ടി മേക്കപ്പ് റൂമിൽ നിന്ന് വിളിച്ചിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ മേക്കപ്പാണ്, ചേച്ചിയുടെ മേക്കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചേച്ചിയും ചേട്ടനുമാണ് മെയിനായിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരാണ് മേക്കപ്പ് ചെയ്യുന്നത്, നമ്മൾ ഓഡിയൻസിൻ്റെ കൂടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് മേക്കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഒരു തീം കളർ ഉണ്ടായിരുന്നു. ചേച്ചിയുടെ മേക്കപ്പാണ്. ചേച്ചിയുടെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചേട്ടൻ്റെ മേക്കപ്പ് കഴിഞ്ഞു. ഫേസ് മേക്കപ്പ് കഴിഞ്ഞിട്ട് ഹെയർ സെറ്റ് ചെയ്തു. അങ്ങനെ എല്ലാം കൂടെ സെറ്റായി. അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നല്ലേ കാണാൻ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഇച്ചിരി ഓവർ മേക്കപ്പായിട്ട് നമുക്ക് തോന്നും, പക്ഷേ അവിടെ ചെല്ലുമ്പോൾ നമുക്കത് നോർമലാണ്. കാരണം അത്രയും ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ. അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയുടെ ഉള്ളിൽ കയറിയപ്പോൾ മിഥുൻ ചേട്ടൻ വന്നു. നമ്മുടെ കയ്യിലൊരു ഇതിന് പറയുന്ന പേരെന്താ എനിക്കറിയില്ല, പോപ്പറോ അങ്ങനെ എന്തോന്ന് തോന്നുന്നു. അപ്പം മിഥുൻ ചേട്ടൻ വന്ന് ഇവരുടെ മൈക്കെല്ലാം സെറ്റ് ചെയ്തു. അങ്ങനെ ഇവർ സ്റ്റേജിലേക്ക് കയറി. ചേച്ചിയുടെയും ചേട്ടൻ്റെ കൂടെ ഓപ്പോസിറ്റായിട്ട് മത്സരിക്കുന്നത് നമ്മുടെ CID മൂസ, കൊച്ചി രാജാവ്, തോപ്പിൽ ജോപ്പൻ എന്നിങ്ങനെ കുറേയധികം സിനിമകൾ ഡയറക്റ്റ് ചെയ്തിരുന്നു. പിന്നെ അഭിനയിച്ചിട്ടുമായിട്ടുള്ള ജോണി ആൻ്റണി സാറാണ്. സാറിൻ്റെ പുതിയൊരു സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ് UK OK. അതിലെ നായകനായിട്ടുള്ള രഞ്ജിത്തുമുണ്ട്. ഷോ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ എൻട്രൻസിൽ അമ്മാമ്മയും ചേട്ടനും ചേച്ചിയൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ഡാൻസൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈസ്റ്ററിനാണ് നമ്മുടെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കാണണം. അത് കഴിഞ്ഞ് ഞങ്ങളാണെങ്കിൽ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പം നല്ല ഡിന്നറാട്ടോ. അവിടുത്തെ ഫുഡ് എപ്പോഴും എടുത്തു പറയും, നല്ല സ്റ്റാൻഡേർഡ് ഫുഡാണ്. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ മത്സരം അടിപൊളിയായിട്ട് വിൻ ചെയ്യാൻ പറ്റി കേട്ടോ. ചേട്ടനും ചേച്ചിക്ക് ആൻസറൊക്കെ പറയാൻ പറ്റി. ഇഷ്ടംപോലെ സമ്മാനങ്ങളും കിട്ടി നമുക്ക്. അതാണ് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ചേട്ടനും ചേച്ചിയും മത്സരിച്ച് വിജയശ്രീ ലാളിതരായിട്ട് വന്നിട്ടുണ്ട്. അപ്പം കുഞ്ഞു വീഡിയോ ആയിരുന്നു ഫ്ലവേഴ്സിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട്. വേറൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ചാച്ചാ.